മടക്കി വരുത്തുക, റിട്ടേൺ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഓർഡറാണ് ഈ ഒരു വചനത്തിൻ്റെ കൂടെ കടന്നു വരുന്നത്. ഇത് പരിശുദ്ധാത്മാവ് തന്നെ നിയോഗിച്ചിട്ട് നമ്മൾ ആത്മാവിൽ ആജ്ഞ കൊടുക്കുമ്പോൾ ദുഷ്ടൻ ദൈവമക്കളുടേത് എടുത്തുകൊണ്ട് പോയതെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഓർഡറാണ്. റിട്ടേൺ ഇറ്റ്. അതായത് നമ്മുടെ മക്കളുടേത്, നമ്മുടെ കുടുംബത്തിൻ്റെ, നമുക്കുള്ളതെല്ലാം അവൻ എടുത്തുകൊണ്ട് ബോഗി കണക്കിനാണ് അവൻ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. പക്ഷെ അവയെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ അത് റിവേഴ്സ് അടിച്ച് തിരിച്ചു കൊണ്ടുവരിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അത്ര ശക്തനായ ദൈവമാണ്. വചനമെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ശക്തിയുണ്ട്. വചനം അയച്ചാൽ അത് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. കർത്താവ് പറയുന്നത് എൻ്റെ വചനം തീജ്വാലയിലും ഉന്നതമാണ്. കർത്താവ് പറയുന്നത് എൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ആത്മാവിൽ അയക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ പറഞ്ഞാലും അത് പിശാച് അനുസരിച്ചേ ഒക്കത്തുള്ളൂ. ഉറക്കെ പറയാം, ദേഷ്യപ്പെട്ട് പറയാം, വലിയ മൈക്ക് വെച്ച് പറയാം, വളരെ അതോറിറ്ററി. റിട്ടേൺ ഇറ്റ് എന്ന് പറയും. ദാറ്റ്സ് ഇറ്റ്. തിരിച്ചിവിടെ കൊണ്ടുപോവാ, അത്ര പറഞ്ഞാൽ മതി. ആക്കി അവൻ ചെയ്തേ ഒക്കത്തുള്ളൂ. ബിക്കോസ് ഭൂമിയിൽ നമ്മൾ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. സ്വർഗത്തിലെ ഒരു കോടതിയിലെ വിധിയാണ് ഇവിടെ പറഞ്ഞതെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്തെടുപ്പിക്കാൻ നമ്മുടെ പരിശുദ്ധാത്മാവിന് സത്യത്തിൻ്റെ ആത്മാവിൽ ചെയ്തെടുത്ത് തന്നെ തരും. അത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണും. ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ ജീവിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ നേർച്ച കാഴ്ചകളെ ഞാൻ കഴിക്കും, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ കാണും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മുടെ കൂടെ നിൽക്കുക. ഈ 126-ാം സങ്കീർത്തനം, ഈ 2024 ഒത്തിരി ഈ 126-ാം സങ്കീർത്തനം, യെശയ്യാ 40 എല്ലാം തിരിച്ചെടുക്കുന്ന ഒരു വർഷമായിട്ടാണ്. ആക്ച്വലി ഇറ്റ്സ് എ ഇയർ ഓഫ് ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ടാണ് ഇത് തന്നെ പിന്നെ പറയിപ്പിക്കുന്നത്. 120 എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഒത്തിരി അനുഗ്രഹം, ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട്. അത് ഞാൻ പറയാതെ ഇപ്പം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ എന്നറിയത്തില്ല, എനിക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകി കഴിഞ്ഞിട്ടാണ് എനിക്ക് വരുന്നത്, തീർത്തും. അതുകൊണ്ട് അനേക കുടുംബങ്ങൾക്ക് ഇത് വെളിച്ചവും ഐശ്വര്യവുമായിട്ടാണ് കടന്നു വരുന്നത്. വാങ്ങിച്ചെടുത്തിട്ട് ദൈവത്തിനെ സ്തുതിക്കുക. ഇടയ്ക്ക് സാക്ഷ്യമായിട്ട് വിളിച്ചു പറഞ്ഞാൽ നല്ല കാര്യം തന്നെ. അല്ലെങ്കിൽ നന്ദിയെങ്കിലും എനിക്ക് പറഞ്ഞു വെച്ചാൽ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ആൻഡ് യു വിൽ ബി ബ്ലെസ്ഡ് ഓൾസോ. അങ്ങനെ ഇരിക്കട്ടെ. മടക്കി തരിക എന്ന് പറയുന്നത് 126-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പ്രവാസികളെ മടക്കി വരുത്തുക. പ്രവാസികളാരാ? നമ്മൾ പ്രവാസികളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ദേശത്ത് നമ്മളെ ആരെങ്കിലും കൊണ്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ തന്നെ പോയി വേറൊരു ദേശത്ത് താമസിക്കുക. നമുക്കവിടെ സിറ്റിസൺഷിപ്പോ നമുക്ക് അധികാരങ്ങളോ ഒന്നുമില്ല. പഴയ കാലങ്ങളിൽ പ്രവാസി എന്ന് പറഞ്ഞാൽ നമ്മളെ അടിമകളായിട്ട് യുദ്ധം ചെയ്ത് കഴിയുമ്പം അവിടെയുള്ള രാജാവ്, ജയിച്ച രാജാവ് ഇവിടെയുള്ള തോറ്റ രാജാവിനെ കൊല്ലുവന്നിട്ട് അയാളുടെ ഭാര്യമാരെ, വെപ്പാട്ടിമാരെ, അയാളുടെ വീട്ടിലുള്ളവരെ, ജോലിക്കാരെ, യഹൂദന്മാരെ എല്ലാവരെയും പിടിച്ച് പ്രവാസികളായിട്ട് കൊണ്ടുപോകും. അവർ പ്രവാസികളാണ്. പക്ഷെ പ്രവാസികളെ ദൈവം തിരിച്ചുവിടുമ്പോൾ, അതാണ് 126 പറയുന്നു. 126 യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയാണ്. നമ്മൾ സ്വപ്നം കാണുന്നത്, അതായത് ഒരിക്കലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ അങ്ങോട്ട് ദൈവം ചെയ്യുന്നു. അപ്പം ദൈവം പറയുന്നത് സ്വപ്നകാലം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൻ്റെ ഇമാജിനേഷൻ ക്യാൻ ഗോ വെരി വൈൽഡ്. ഒത്തിരി ആഗ്രഹിക്കാം, എടുത്തുകൊണ്ട് പോയത് മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ പറയും. അല്പം നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് മാത്രം ചോദിച്ചു വാങ്ങിക്കാം. ഏതിനാണേലും ദൈവം റെഡിയാണ്. നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ദൈവത്തെ നമുക്ക് കാണാം. ചെറിയ കാര്യം ചോദിക്കുന്നത് സങ്കടമാണ്, വലിയ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക എന്ന് ദൈവാത്മാവ് പറയുന്നു. അപ്പം അന്ന് ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്? നമ്മുടെ വായിൽ ചിരിയും നമ്മുടെ നാവിന്മേൽ ആർപ്പുവിളിയും. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ മക്കൾ ആർപ്പുവിളിയോടുകൂടി എല്ലാം നഷ്ടപ്പെട്ട പിശാച് ഒടിച്ചു വച്ചിരിക്കുന്ന സകലതും ബോഗി കണക്കിന് അവൻ റിവേഴ്സ് അടിച്ച് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പുറകിൽ ദുഷ്ടൻ നമ്മുടെ മുഖത്ത് നോക്കത്തില്ല, അതിൻ്റെ പുറകെ നമ്മുടെ മക്കളും തിരിച്ചു കയറി വരും, നമ്മൾ കാണും. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഗോഡ്. ദൈവം ഓരോ കാര്യം തിരിച്ചു വരുമ്പോൾ അതിൻ്റെ മുഴുവനായിട്ട് തിരിച്ചു കൊണ്ടുവരും. അത് നമ്മൾ ലോയ്ക്കകത്ത് പറയും, ഇൻ റിട്രോസ്പെക്റ്റ് ഇത്രയും നാളും പിടിച്ചു വെച്ചത് തിരിച്ചു കൊടുക്കുക എന്ന് കോടതി പറയുമ്പോഴുണ്ടല്ലോ, അതൊരു വലിയ എമൗണ്ടായിട്ട് വരുന്നതിൻ്റെ റീസൺ അതാണ്. ഈ പിന്നെ ആക്സിഡൻറ്റ് കേസസിലൊക്കെ നമ്മൾ ഈ മോട്ടോർ ആക്സിഡൻറ്റ് കാലുപോയി, കണ്ണുപോയി, കാലുപോയി എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ നമ്മൾ കേസിനെ അസസ് ചെയ്യും. അവർ കേസ് അസസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? 30-ാം വയസ്സിലാണ് അവൻ്റെ കൈ പോയത് എങ്കിൽ ജയിക്കുന്നത് 55-ാം വയസ്സിലാണ് കേസ് വിധിച്ചെങ്കിലും 30 വയസ്സ് തൊട്ട്
അവൻ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഉണ്ടാക്കുന്ന സാലറി അവന് കൊടുക്കാൻ കോടതി ഓർഡർ ചെയ്യും. അതുകൊണ്ടാണ് അമേരിക്കയിലൊക്കെ വലിയ എമൗണ്ട് കോമ്പൻസേഷനായിട്ട് ആക്സിഡൻറ്റ് കേസസിൽ കിട്ടുന്നത്. അത് തന്നെ നമ്മുടെ നാട്ടിലും ചിലർ വാങ്ങിച്ചെടുക്കുന്നത് കാണാം. പലർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ആത്മീയ ഗോളത്തിൽ ഇതുവരെ പിശാച് എടുത്തുകൊണ്ട് പോയി നമ്മുടെ മക്കൾ, നമുക്ക് ന്യായമായിട്ടുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ന്യായമായിട്ടുള്ളത്, നമ്മുടെ കുടുംബത്തിന് ന്യായമുണ്ട്, എല്ലാം ഇവിടെ തിരിച്ചു കൊണ്ടുവരിക യേശുവിൻ നാമത്തിൽ എന്ന് പറയുമ്പോൾ അവൻ തിരിച്ചു കൊണ്ടുവരും. ദാറ്റ്സ് കോൾഡ് ദി ഓർഡർ ഓഫ് ദി എക്സിക്യൂട്ടീവ് ഓർഡറാണ്. അത് സംഭവിക്കാതിരിക്കാൻ നോക്കൂ. ദൈവം പറയുന്നത് എന്തുവാണ്? യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇതൊരു വൻകാര്യമല്ലേ? നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചതെല്ലാം ഒരിക്കലും കിട്ടത്തില്ല എന്ന് വിചാരിച്ചത് എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലെന്ന് തള്ളിക്കളഞ്ഞത് തിരിച്ചു കയറി വന്നു. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ദൈവത്തിന് മുമ്പിൽ പറയാൻ സാക്ഷ്യമുണ്ട്. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ എന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ തലമുറയും സന്തോഷിക്കും. ദൈവം വൻകാര്യങ്ങൾ ചെയ്യുമ്പോൾ കുടുംബത്തിൽ സന്തോഷം വരും. നമ്മൾ കിടന്നുകൊണ്ട് അധ്വാനിച്ച് രാവും പകലും ജോലി ചെയ്ത് രാത്രി പകലാക്കി ജോലി ചെയ്ത് കുടുംബജീവിതവും നശിപ്പിച്ച് ആരോഗ്യവും നശിപ്പിച്ച് അവസാനം കാശുണ്ടാക്കി വരുമ്പോഴത്തേക്ക് പലരെയും കണ്ടിട്ടുണ്ട്. 60 വയസ്സ് റിട്ടയർ ചെയ്ത് 61-ാം വയസ്സിൽ മരിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഒന്നാമത് ജോലി ചെയ്തവർ ജോലി ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും, പക്ഷേ ദേ ഹാവ് നോട്ട് പ്രിപ്പയർഡ് ദംസെൽസ് വിത്ത് സം അതർ ആക്ടിവിറ്റീസ് ഓൾസോ. നമ്മൾ ജോലി തന്നെയല്ല, ജോലി കഴിഞ്ഞും നമ്മൾ എന്തെങ്കിലും ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പ്ലാൻ ചെയ്താൽ അത് വരില്ല. അതൊക്കെ പലരുടെയും ജീവിതത്തിൽ മണ്ടത്തരങ്ങൾ ഞാൻ കാണാറുണ്ട്. യഹോവയെ തെക്കേ നാട്ടിലെ തോടുകളെപ്പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി. അപ്പോൾ തെക്കേ നാട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു, നേരത്തെ പഠിപ്പിച്ച വാക്യം, വറവിൻ്റെ കാലത്ത് വലിയ ക്ഷാമം പോലെ വരുമ്പോൾ ഇവർ പ്രാർത്ഥിക്കുമ്പം വെള്ളം അയക്കുമ്പം ഈ നല്ല തോട് കവിഞ്ഞ് വെള്ളം വരുന്നത് പോലെ. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നമ്മൾ കണ്ണുനീരോടുകൂടി എന്ത് വിതച്ചോ അതിന് ദൈവം ഒരു വിളവെടുപ്പ് തരും. നമ്മൾ ഭൂമി വാങ്ങിച്ചത് മരുഭൂമിയായിട്ട് കിടക്കുന്നോ, ജീവജലം അവിടെ ഒഴുക്കിയാണ് ഈ സമയത്ത്. അവിടെ വിളവുണ്ടാകട്ടെ, നല്ല ഫലം ഉണ്ടാകട്ടെ. ഈ ഉൽപ്പത്തി 12:16 അബ്രഹാം ക്ഷാമകാലത്തെ മിസ്രൈമിലേക്ക് പോയി. അവിടെ പ്രശ്നമുണ്ടായി. ക്ഷാമകാലത്തെ ഒരു മനുഷ്യൻ അവൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തു പോകത്തുള്ളൂ. ക്ഷാമകാലം ഉണ്ടായപ്പം അബ്രഹാം തൻ്റെ ദേശത്ത് നിന്ന് എവിടെ നിന്ന് മിസ്രൈമിലേക്ക് പോകേണ്ടി വന്നു. ക്ഷാമകാലത്ത് അവിടെ നിന്നുണ്ട്. എന്നിട്ട് ഈജിപ്തിൽ പോയി. അവിടെ വെച്ച് അബ്രഹാമിന് കള്ളം പറയേണ്ടത്. അബ്രഹാം എന്നിട്ട് പോലും ദൈവം അവനെ മഹാസമ്പന്നനാക്കി. അബ്രഹാം ക്ഷാമകാലത്ത് ഈജിപ്തിൽ പോയി താമസിക്കുമ്പോൾ കള്ളം പറയേണ്ടി വന്നു. അവിടെ ഒരു ഓൾട്ടർ ഉണ്ടാക്കാൻ, ഒരു യാഗപീഠം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ട് ഫറവോൻ്റെ കൊട്ടാരത്തിൽ വിട്ടു. ഇതെല്ലാമായിട്ടും ദൈവം കഷ്ടവും നഷ്ടവും വന്നതെല്ലാം ലാഭമാക്കി തിരിച്ചു കൊടുത്തൊരു ദൈവം നമ്മുടെ മുമ്പിൽ. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് അബ്രഹാം മഹാസമ്പന്നനായി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ മകന് ഇസഹാക്കിന് ഇതേപോലെ ഗറാറിൽ വെച്ച് ഇതേ അനുഭവം ഉണ്ടായി. സ്വന്തം ഭാര്യ സിസ്റ്ററാന്ന് പറഞ്ഞു. അവൻ്റെ അവിടെയുള്ളത്തെ ഫറോ പിടിച്ചുകൊണ്ട് പോയി. അവസാനം ഫറോയ്ക്ക് മനസ്സിലാകുന്നു സംഗതി ശരിയാന്ന്. നീ എന്നതായി കാണിച്ച് അവസാനം തിരിച്ചു കൊടുക്കുന്നു. സമ്പത്തോടുകൂടെ തിരിച്ചു വന്നു. മഹാസമ്പന്നനാക്കുന്നൊരു ദൈവം. അപ്പോൾ കഷ്ടങ്ങളും മണ്ടത്തരങ്ങളും കാണിക്കുമ്പോൾ പോലും ആ മണ്ടത്തരങ്ങളെപ്പോലും തിരിച്ച് നന്മയാക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ. അത് ചിന്തിച്ചിട്ടുണ്ട്. എന്നെ ഈ അടുത്തിടെ അത് ചിന്തിപ്പിച്ചത്. ഞാനെപ്പോഴും നമ്മൾ അയ്യോ മണ്ടത്തരം പറ്റി, അതങ്ങനെ വന്നതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ പറഞ്ഞ് നമ്മളെപ്പോഴും സങ്കടം അവതാ പറയാൻ. പക്ഷേ ഇപ്പോൾ ഈ ഒരു സത്യം എന്നെ മനസ്സിലായി. ശരിയാ, വേദപുസ്തകത്തിൽ മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ അബ്രഹാമിൻ്റെ കൂട്ടുള്ളവരെ, ദാവീദിൻ്റെ കൂട്ടുള്ളവരെ അറിഞ്ഞോ അറിയാതെയോ മണ്ടത്തരങ്ങൾ കാണിച്ചതുപോലും ദൈവം തമ്പുരാൻ അനുഗ്രഹമാക്കി തിരിച്ചു കൊണ്ടുവരിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാണ്. അങ്ങനെയെങ്കിൽ നമ്മളെന്തിനാ പിന്നെ ഒത്തിരി ഭയപ്പെടുന്നത് എന്തിനാ? ആകയാൽ നീ എഴുന്നേറ്റ് നിന്റെ ജന്മദേശത്തേക്ക് പോകുമെന്ന് യാക്കോബിനോട് ദൈവം പറയുന്നു. യാക്കോബ് അമ്മായിപ്പൻ്റെ കൂടെ ലാബാൻ്റെ കൂടെ 20 വർഷം കിടന്ന് കഷ്ടപ്പെട്ടു. അവസാനം അയാൾ പറഞ്ഞു, അയാളുടെ മക്കൾ പറഞ്ഞു നീ എല്ലാം കട്ടെടുത്ത് തന്നു, പെട്ടെന്ന് മതി നീ തിരിച്ചു പോകാൻ പറഞ്ഞപ്പോഴും യാക്കോബ് വിചാരിച്ചു എങ്ങനെ തിരിച്ചു പോയി? ഏശാവ് അവിടെ കൊല്ലാൻ നിൽക്കുക. അന്നേ കൊല്ലാൻ തുടങ്ങി. ഇന്നിപ്പോൾ അതിൽ കൂടുതൽ സമ്പന്നനായിട്ടുണ്ട്. പക്ഷെ ദൈവമാണ് നിന്നെ അയക്കുന്നത് എങ്കിൽ ദൈവം മുൻപേ വഴിയൊരുക്കിയിട്ടുണ്ട്. ദൈവം അയച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? യാക്കോബോട് തിരിച്ചു ചെന്ന് ഏശാവിനെ കാണുമ്പോൾ ഏശാവിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ഇരുന്നു. ദൈവത്തിൻ്റെ മുഖം അയാളുടെ ദൈവത്തിൻ്റെ മുഖമാണ് അല്ല, അയാളെ ദൈവത്തിൻ്റെ മുഖം ആക്കിപ്പിച്ച ദൈവം എനിക്കുണ്ട്. ആരാണ്?
ഭാര്യ ഭർത്താക്കന്മാർ മാറി നിൽക്കുന്നവർ, നിങ്ങളുടെ ആവശ്യങ്ങൾ ആരെങ്കിലും നിങ്ങൾക്കുള്ളത് ലീഗലായിട്ടുള്ള റൈറ്റ് അധികാരങ്ങൾ വാങ്ങിപ്പിച്ചിട്ട് തരാതിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ദൈവമാണ് നിൽക്കുന്നത് എങ്കിൽ ദൈവം നമുക്ക് അനുകൂലമായിട്ടുള്ള ഓർഡർ തരും. വാങ്ങിച്ചെടുക്കാൻ തയ്യാറുണ്ടോ? ഈ പഴയ നിയമത്തിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബൊക്കെ പട്ടണങ്ങളെ കൊള്ളയിട്ട് ആടുമാടുകൾ, കന്നുകാലി, കഴുതകൾ എല്ലാത്തിനെയും കൂട്ടി സമ്പന്നരായെന്നൊരു എന്തോ ഒരു മനോഹരമാണ്. അതുതന്നെയല്ലേ മുടിയനായ പുത്രൻ പോയിട്ട് തിരിച്ചു വരാൻ ഒക്കൊന്നും വിചാരിച്ചില്ല. എന്ത് സംഭവിച്ചു? മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവന് നഷ്ടപ്പെട്ടത് എല്ലാം ദൈവം തമ്പുരാൻ അവന് കൊടുക്കുന്ന, അപ്പനെ കൊണ്ട് കൊടുപ്പിക്കുന്നു. ആ ഒരു ദൈവത്തെയാണ് ഞാൻ കാണുന്നത്, നിങ്ങൾ കാണുന്നത്. ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ദൈവമക്കളുടെ അനുഗ്രഹങ്ങൾ, ദൈവമക്കളുടെ തലമുറകളുടെ അനുഗ്രഹങ്ങൾ അവൻ പലതരത്തിലുള്ള വഞ്ചന കൊണ്ട്, നുണ കൊണ്ട് ദുഷ്ടപിശാച് എടുത്തുകൊണ്ട് പോയി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അപമാനിപ്പിക്കുക, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തല തൂർന്ന് നടക്കാൻ വയ്യാത്ത പോലെ ആക്കുക, അവരുടെ ബുദ്ധി മന്ദിക്കുക, ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്വം, ചുമതലാബോധം അവർ നശിപ്പിച്ചിട്ട് ഒന്നിനും കൊള്ളാത്തവരെ പോലെ ആക്കി മറ്റുള്ളവരുടെ മുമ്പിൽ തല താഴ്ത്തി നടക്കുന്ന കുഞ്ഞുങ്ങളെ നീ ഒന്ന് വിളിച്ചു മാറ്റി നിൻ്റെ ചേംബറിനകത്ത്, നിൻ്റെ സിംഹാസനത്തിനകത്ത് ഒരു പ്രത്യേക സ്ഥലത്തിരുത്തി പഠിപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിനക്ക് വിലപ്പെട്ടത്. അവർ ഉലകസ്ഥാപനത്തിന് മുൻപേ, അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുൻപേ നീ അവരെക്കുറിച്ച് കണ്ടതാണ്. ആ വഴിയിൽ കൂടെ അല്ലാത്ത വഴികളെല്ലാം അടഞ്ഞു പോട്ടെ അപ്പച്ച. ക്ലോസ് ഡോർ, ക്ലോസ് ഇറ്റ് ലോർഡ്. എല്ലാം നിനക്ക് ഇതമല്ലാത്ത എല്ലാം അടഞ്ഞു പോയിട്ട് അപ്പച്ചൻ തുറന്ന വാതിൽ കൂടെ അവർ തിരിച്ചു കയറി വരുന്ന ഞങ്ങൾ കാണുന്നു. അതേ മരുഭൂമിയിൽ കൂടെ അവനോട് അവൻ്റെ തോളോട് ചേർന്ന് ഈ കടന്നു വരുന്നത് ആരേന്ന് ചോദിക്കുന്നത് പോലെ ഞങ്ങളുടെ മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ എല്ലാം തിരിച്ച് കടന്നു വരുന്നത് കണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മാറിപ്പോയിരിക്കുന്ന തലമുറകളിൽ ദൈവത്തിന് വിപരീതമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും എടുത്തു മാറ്റി വല്ല വിഗ്രഹങ്ങൾ അവരുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അഴിച്ചു മാറ്റി കൊടുത്തിട്ട് വിശുദ്ധരാക്കി അവരെ തിരിച്ചു കൊണ്ടുവരണമേ. യാക്കോവിൻ്റെ ഭാര്യ കർത്താവെ ബുദ്ധിഹീന കാണിച്ചിട്ട് പരിശുദ്ധാത്മാവിന് വിപരീതമായി വിഗ്രഹത്തെ എടുത്തുകൊണ്ട് വന്നതുപോലെ ഞങ്ങളുടെ വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് വരുന്നവരാകാൻ ഇടയാക്കരുത്. ഞങ്ങളുടെ തലമുറകളിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകരുതേ അപ്പച്ച. നിന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവിനും കൂടെ സ്നേഹിക്കുവാൻ തക്കവണ്ണമുള്ള പുതിയ ഹൃദയം അവർക്ക് ഇട്ടുകൊടുക്കണം. പഴയതെടുത്ത് കളഞ്ഞിട്ട് പുതിയത്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയതായി. സകലതും പുതുതാക്കുന്ന ദൈവം ഇറങ്ങി വന്ന് അവർക്ക് പുതിയ ഹൃദയം വെച്ചു കൊടുത്ത് ജയത്തോടെ, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ ഭവനങ്ങളിൽ അത് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ എന്നെ സ്തോത്രം ചെയ്യും. കഷ്ടങ്ങൾ സാരമില്ല, പ്രയാസങ്ങൾ സാരമില്ല, ദുഃഖം സാരമില്ല, കണ്ണുനീര് സാരമില്ല എന്നൊക്കെ പറയുന്നത് ക്രിസ്തു മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ മാത്രം. അവിടുന്ന് ഞങ്ങളുടെ നായകനും രക്ഷിതാവും യുദ്ധവീരനുമായിട്ട് നിൽക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. നഷ്ടപ്പെട്ടതെല്ലാം 7 ഇരട്ടിയായിട്ട് തിരിച്ചു കൊണ്ടുവരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അതായത് യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.